ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലാശിന മൈസ്റ്റേൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആവുകയാണ്. മുഖത്തെ ടച്ചിങ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. കണ്ണെഴുതിയപ്പോഴാണ് വെച്ച് വീഡിയോ ഇപ്പോഴും കൂടെ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ കണ്ണെഴുതി കൊടുക്കട്ടെ. വീഡിയോ ഇതും കൂടെ ആയതുകൊണ്ടൊരു ചെയ്യാനൊരു വാലെഴുതി കൊടുത്താൽ കുറച്ചും കൂടെ എടുത്ത് ഒലിവർ ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ഒലിവർ ഉണ്ടോ? ഞാനിപ്പോൾ റെഡി ആയത് ഫേസ് സ്കാനറുടെ 3-1 ഫൗണ്ടേഷനും സ്റ്റോക്ക് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അത് എടുപടി ഞാൻ പെട്ടെന്ന് ചെയ്തു. ലാസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ ഫേസിൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഇനി ഹെയർ കെട്ടണം, ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും ആക്കുന്നില്ല. നൈറ്റിനാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകും കേട്ടോ. ഇനി ഇതൊന്നുമല്ല, നമുക്ക് പാർട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ, ലൈറ്റായിട്ടേ ഉള്ളൂ. പിന്നെ കേക്ക് കട്ട് ചെയ്യണം. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ഹെയർ എങ്ങനെ കിട്ടണം എന്നൊരു. എനിക്ക് നോർമൽ ഹെയർ തന്നെയാണ് ചെയ്യുന്നത്. ഇതന്നായിരിക്കും നല്ലത്. എപ്പോഴും കെട്ടുന്നത് തന്നെ കിട്ടും. ഡ്രസ്സിൻ്റെ ഫുള്ള് കാണിച്ചു തരാമേ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാണ്. സെപ്റ്റംബർ 2 ആണ് കേട്ടോ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ഡേറ്റ്. ബട്ട് അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു, പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അന്നേം പറഞ്ഞായിരുന്നു പോയിട്ട് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇന്നാണ് എത്തിയത്. ഇന്ന് സെപ്റ്റംബർ 3 കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഞാൻ പെട്ടെന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ്. ഫുൾ ഈ ഒരു നെക്കാണ്. ഷോള് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. കില്ലെന്ന മൂവിയിൽ ഹീറോ ഇട്ടിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പോഴെനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഡ്രസ്സിൻ്റെ ഈ കളർ ഇല്ലായിരുന്നു. വിത്ത് സൽവാറൊക്കെ ആയിട്ടൊരു ഡ്രസ്സാണ്. സൽവാറിൽ ഇങ്ങനത്തെ സ്റ്റോൺസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ വിശേഷം. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ അങ്ങനെ ഞാനും ഒലിവറും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചാനലും ഇല്ല, ആരും ഇല്ല. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഓണ ടൈമായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഏതൊക്കെയോ ഒരു പ്രാവശ്യം തിരുവോണത്തിനൊക്കെ വരും. ഓണത്തിൻ്റെ ഒരു ടൈമിലാണ് എപ്പോഴും എൻ്റെ ബർത്ത്ഡേ വരിക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഹൈദരാബാദിലായിരുന്നപ്പോൾ രണ്ടുപേരുടെയും പാരൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കേക്ക് കട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു. അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോണൊക്കെ കൊടുക്കാൻ എനിക്ക് പറ്റി. ഇപ്രാവശ്യം കഴിഞ്ഞ ഹൈദരാബാദാണെങ്കിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ്. ഭയങ്കര എൻ്റർലി വ്യത്യാസം. വലിയ ഇതൊന്നുമല്ല. ഇനി 2 വർഷത്തെ കഴിവ് 30 വയസ്സാണ്. കുഞ്ഞൊരു ബ്ലോഗാണ്. ഞാനൊരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു, കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരുങ്ങിയത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇന്നത്തെ നൈറ്റ് ഡിന്നർ പുറത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാം നല്ല സൂപ്പർ ടൈപ്പ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാനാണ് കേട്ടോ പ്ലാൻ. അത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാനും ചാനും ഒരുപാട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവർ ആ മുറിക്കകത്ത് ഞാൻ പൂട്ടിയിട്ടേക്കുകയാണ്. പിന്നെന്താണ്, എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ. വിഷ് ചെയ്ത് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. പപ്പ, അമ്മ എല്ലാവരും ഫോൺ ചെയ്ത്. ജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, എന്നെ 6:30 വിളിച്ച എൻ്റെ ഷൈനിക്കുഞ്ഞമ്മയാണ് കേട്ടോ. അതായത് അമ്മയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ. 6:30 വിളിച്ച എൻ്റെ ഉറക്കം, ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. രാത്രി ഞങ്ങൾ 12 മണിക്ക് ഞാൻ ഒരുവരും കൂടെ വിഷ് ചെയ്ത് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കിടന്നപ്പിച്ച് ലേറ്റായിപ്പോയി. ഏകദേശം 2 മണി അടുപ്പിച്ചായി. അപ്പം നല്ല ലേറ്റായിരുന്നു. ഇനി ചാനും ഇല്ലല്ലോ, താമസിച്ച് എണീറ്റാൽ മതി. പക്ഷേ കുഞ്ഞമ്മ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചത്. എൻ്റെ ഉറക്കം പിന്നെ പോയി. അങ്ങനെ കുഞ്ഞമ്മയായിരുന്നു ആദ്യം വിളിച്ചത്. എപ്പോഴും ബർത്ത്ഡേക്ക് മുടങ്ങാതെ ബർത്ത്ഡേ ആനിവേഴ്സറി ഒലിവറിൻ്റെയൊക്കെ വിളിക്കുന്ന വലിയ ആൻറ്റിയുടെ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ എല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാ സ്റ്റോറീസും അങ്ങനെയൊക്കെ കുറേ പേര് അങ്ങനെയൊക്കെ ഇട്ടു. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എനിക്ക് തിരിച്ച് താങ്ക് യു മാതിരി ടെക്സ്റ്റ് മെസ്സേജേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു വ്ളോഗിൽ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോവാണ്. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായില്ല എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡ്രസ്സ് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുവാണ്.
എൻ്റെ കേക്ക് കട്ടിന് വേണ്ടി ചാൻ സെറ്റ് ചെയ്യുമായിരുന്നു. ചാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങ് കേക്ക് കട്ടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. കൊണ്ടുവന്നപ്പം തന്നെ ഞാൻ കേക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ഇതായിട്ടൊന്നും മാച്ചിങ്ങൊന്നും ഇല്ല, എന്നാലും എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. വാനിലയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് മൈ കേക്ക്. പച്ച ഡ്രസ്സായിരുന്നെങ്കിൽ ഓക്കെ, ഇത് കുഴപ്പമില്ല കേട്ടോ, എനിക്കിഷ്ടമായി. ഒലിവറിനെ വിളിച്ചിട്ട് വരട്ടെ. ഒലിവർ കം, വാ കേക്ക് കിട്ടിയ, വാ ഹാപ്പി ബർത്ത്ഡേ പറയാം, വാ വാ വാ. ആൾ കോക്കമരലിൽ കയറി ഇരിക്കുക. കേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ആളങ്ങ് പിടിച്ച് കരച്ചിലായി. ഇവരിനെ കൊണ്ടിരുത്തിയേക്ക് അവൻ വിചാരിക്കുന്ന അവൻ്റെയാണ്. മമ്മിയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മമ്മി, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിൻ്റെ പേരിൽ ഞാൻ താങ്ക് യു സോ മച്ച്. ഓണർ തൊട്ട് മുകളിലാട്ടോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അവർ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാ പ്രാവശ്യം കേക്കുകൾ ഇങ്ങനെ ഓർഡർ ചെയ്യും, നല്ലത് കഴിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ കട്ട് ചെയ്തത് ഒലിവറിൻ്റെ ഫസ്റ്റ് ലെറ്റർ സെർമണ. നല്ല കേക്ക് കിട്ടിയതേ ഇല്ല, അത് നല്ല ബ്ലൂബെറി ആയിരുന്നു ആ കേക്ക്. അത് നമുക്ക് ആർക്കും കിട്ടിയില്ല. മമ്മിയുടെ ബർത്ത്ഡേയാ. പോയിട്ട് ഒലിവരെ ഒലിവരെ ജാക്കറ്റൊക്കെ ഇടണം. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്നെ വിളിക്കുവാ. ഇങ്ങനെ റെഡി. ബർത്ത്ഡേ വിഷ് പറ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ ഞാൻ വന്നിട്ട് ഇതിനു മുമ്പ് 2 സ്ഥലത്ത് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബിരിയാണി ഒന്നും ട്രൈ ചെയ്തിട്ടായിരുന്നു. ഈ പ്രാവശ്യം ബിരിയാണി തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി. അപ്പോൾ ഞാൻ വെക്കുന്നതാണ് ഞാനെപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്ലേറ്റിലൊക്കെ സുബി കിച്ചൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒലിവറിനെ ഒരു ഗേളിനെ പോലെ കേട്ടോ ഒരുക്കിക്കൊണ്ടുവന്നേ. ഗേളിനെ പോലെ ഒരുക്കിയതൊന്നുമല്ല, അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നേ. ജാക്കറ്റ് എല്ലാവരും നിൻ്റെ ഇത് കാണിച്ചു കൊടുത്തേ. ചുരിദാർ
പോയിട്ടൊക്കെ വന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു, ഒലിവർ ഉറക്കമായി. ഈ ഒരു ബർത്ത്ഡേയുടെ മെയിൻ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാനും ഒലിവർ ചായനുമായിട്ടുള്ള ഒരുമിച്ചുള്ള ബർത്ത്ഡേ ആണ്. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഒരുമിച്ചായിരുന്നത്. അതുപോലെ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു, പുറത്തുപോയി ഫുഡ് കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ സെലിബ്രേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മംഗലാജി.